സൃഷ്ടാവായ അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. അവന്റെ മുന്നിൽ മാത്രമേ ആരാധനകൾ സമർപ്പിക്കാൻ പാടുള്ളൂ എന്നാണ് ലോക മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നത്. അല്ലാഹു അല്ലാത്ത മറ്റൊരാൾക്ക് ആരാധനകൾ അർപ്പിച്ചാൽ അവൻ ഇസ്ലാമിന്റെ ബൗണ്ടറിക്ക് പുറത്താണെന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. സൂര്യനെ ആരാധിക്കാൻ പാടില്ല, ചന്ദ്രനെ ആരാധിക്കാൻ പാടില്ല, കാറ്റിനെ ആരാധിക്കാൻ പാടില്ല, ഭൂമിയെ ആരാധിക്കാൻ പാടില്ല, പാമ്പിനെ ആരാധിക്കാൻ പാടില്ല, പശുവിനെ ആരാധിക്കാൻ പാടില്ല. അതാണ് മുസ്ലിമീങ്ങളോട് മതത്തിന്റെ നിർദ്ദേശമെങ്കിൽ, അതേ സമയത്ത് അത്തരം വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്നവർക്ക് ഈ ഭൂമിയിൽ ജീവിക്കുന്നതിന് മതം ഒരു തടസ്സവും നിൽക്കുന്നില്ല. അല്ലാഹു അല്ലാത്ത ആരാധ്യ വസ്തുക്കളെ ആരാധനകൾ അർപ്പിക്കുന്ന ധാരാളം ആളുകളില്ലേ ഇവിടെ? സൂര്യനെ ആരാധിക്കുന്നവരുണ്ട്, ചന്ദ്രനെ ആരാധിക്കുന്നവരുണ്ട്, കല്ലിനെ ആരാധിക്കുന്നവരുണ്ട്, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരുണ്ട്, പാമ്പിനെ ആരാധിക്കുന്നവരുണ്ട്, തീയിനെ ആരാധിക്കുന്നവരുണ്ട്. അവരോട് മതത്തിന്റെ ഗുണകാംക്ഷ എന്ന രീതിയിൽ ഏക ഇലാഹായ അല്ലാഹുവിനെ ആരാധിക്കണമെന്ന് പറഞ്ഞു കൊടുക്കും. അതേ സമയത്ത് ഒരാളെയും നിർബന്ധിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ ഇസ്ലാം മതം അനുവദിക്കുന്നില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ. ഒരാളെയും നിർബന്ധിച്ച് മതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. അതേ സമയത്ത് ലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ് ഫയസുബ്ബുല്ലാഹ അദുവ്വൻ ബിഗൈരി ഇൽം. അല്ലാഹു അല്ലാത്ത ആരാധ്യ വസ്തുക്കൾ അവരെ നിങ്ങൾ ചീത്ത പറയരുത്, അവരെ നിങ്ങൾ പരിഹസിക്കരുത്, അവരെ നിങ്ങൾ ആക്ഷേപിക്കരുത്. അതുവഴി ഇവിടെ സംഘർഷങ്ങൾ ഉണ്ടാക്കരുത്, സൗഹാർദ്ദത്തെ തകർക്കരുതെന്ന് വിശുദ്ധമായ ഖുർആൻ നമ്മോട് പറയുന്നുണ്ട്. അല്ലാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പറയുന്ന വിശുദ്ധ ഇസ്ലാം, ആരാധനകൾ മുഴുവനും അല്ലാഹുവിൽ മാത്രം സമർപ്പിക്കണമെന്ന് പറയുന്ന വിശുദ്ധ ഇസ്ലാം, ലോകത്ത് ഒരു മുസ്ലിമിനും അഭിപ്രായമില്ല അല്ലാഹു അല്ലാത്ത മറ്റൊരാൾക്ക് ആരാധനകൾ അർപ്പിക്കണമെന്ന് ഒരാളും വിശ്വസിക്കുന്നില്ല. അങ്ങനെ ആർക്കെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ അവൻ ഇസ്ലാമിന് പുറത്താണ്. ആരാധിക്കപ്പെടാനുള്ള അർഹത ഒരു ജിന്നിനുമില്ല, ഒരു മലക്കിനില്ല, ഒരു വലിയനില്ല, ഒരു ജാറത്തിനില്ല. ലോക മുസ്ലിമീങ്ങളുടെ വിശ്വാസം ഇതല്ലേ? അല്ലാഹു മാത്രമാണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ്, അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് ലോക മുസ്ലിമീങ്ങൾ ഇന്നോളം വിശ്വസിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള മുസ്ലിമീങ്ങൾ ജാറങ്ങളിൽ പൂജ അർപ്പിക്കുന്നവരാണ്, ഉലിയാക്കളെ ആരാധിക്കുന്നവരാണ് എന്ന് പറഞ്ഞ് ഷിർക്കിനെ നിസാരവൽക്കരിക്കാനാണ് ഇവിടെയുള്ള ജിന്ന് മുജാഹിദുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അല്ലാഹുവിനെയാണ് ആരാധിക്കേണ്ടത് എന്ന് പറയുമ്പോ ആരാണ് അല്ലാഹു എന്ന് ഈ മതം തന്നെ പറഞ്ഞിട്ടില്ലേ? അല്ലാഹു ആരാണ്? അല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൻ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി. ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അല്ലാഹു ഉണ്ട്. ഈ പ്രപഞ്ചം നശിച്ചാലും അല്ലാഹു നശിക്കുന്നില്ല. ഒരിക്കലും നാശമില്ലാത്തവൻ, ഈ പ്രപഞ്ചത്തിന് മുമ്പ് തന്നെ ഉള്ളവൻ, എന്നൊന്നും നിലനിൽക്കുന്നവനാണ് അല്ലാഹു. ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവ സമീഉൽ ബസീർ. അല്ലാഹുവിനോട് സമമായിട്ടൊന്നുമില്ല, അല്ലാഹുവിനോട് തുല്യമായിട്ടൊന്നുമില്ല. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു ഒരുവനാണ്, അല്ലാഹു സ്വമദ്, അവൻ സമദാണ്, അവൻ സ്വയം പര്യാപ്തനാണ്. ലം യലിദ് വലം യൂലദ്, അവൻ പ്രസവിച്ചിട്ടില്ല, അവൻ പ്രസവിക്കപ്പെട്ടവനുമല്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അല്ലാഹുവിനോട് തുല്യമായിട്ടൊന്നുമില്ല. ഇതാണ് മുസ്ലിമീങ്ങളുടെ വിശ്വാസം. ആരാണ് അല്ലാഹു അല്ലാത്തവർക്ക് ആരാധനകൾ അർപ്പിക്കുന്നത്? ആരും അങ്ങനെ ചെയ്യുന്നില്ല. വിവരമില്ലാത്തവർ വിവരമുള്ളവരോട് ചോദിച്ചു പഠിക്കണം. പ്രസംഗിക്കാമെന്ന മൗലവി അടക്കമുള്ള ഇവിടെയുള്ള മുഴുവൻ ജിന്ന് നേതാക്കളോടും പറയട്ടെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങളിൽ, അനുഷ്ഠാനങ്ങളിൽ, കർമ്മങ്ങളിൽ, വിശ്വാസങ്ങളിൽ ഏതെങ്കിലും മുജാഹിദിന് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ആരോടാണ് ചോദ്യം ചോദിക്കേണ്ടത്? സുന്നി വിശ്വാസത്തിൽ സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കേണ്ടത് സലഫി മൗലവിമാരോടല്ലോ. സുന്നി പണ്ഡിതന്മാർ ധാരാളമുണ്ട്. ഉസ്താദിനോട് പോയിട്ട് ചോദിച്ചുകൂടെ നിങ്ങൾക്ക്? അല്ല ഉസ്താദെ, സുന്നികളായ നിങ്ങൾ ചെയ്യുന്ന ഈ കാര്യങ്ങൾക്ക് ദീനിൽ പ്രമാണമെവിടെ, തെളിവെവിടെ? ഉസ്താദിനോട് ചോദിച്ചാൽ നിങ്ങൾക്ക് പറഞ്ഞു തരുമല്ലോ. കാരണം അഹ്ലു സുന്നത്തി വൽ ജമാഅ, സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ വിശ്വസിക്കുന്ന കാര്യങ്ങളും അനുഷ്ഠിക്കുന്ന കാര്യങ്ങളും ഇസ്ലാമിൽ പ്രമാണമുള്ളതാണ്, വ്യക്തമായ രേഖകളുള്ള